നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റൊരു മുദ്രയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. കുറെ നാളായിട്ട് നമ്മൾ യോഗശാസ്ത്രത്തെ പ്രതിപാദിക്കാതെ ഇരിക്കുകയായിരുന്നു. ചില അസൗകര്യങ്ങൾ മൂലം പകൽ സമയങ്ങളിൽ വീഡിയോകൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അതിനാലാണ് യോഗശാസ്ത്രത്തെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കാതെ വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു യോഗശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വരും ദിവസങ്ങളിൽ ഡ്രൈ കഫ് മുദ്ര, സഹജ്, ശംഖുമുദ്ര എന്നീ മുദ്രകളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഈ മുദ്രകൾ നമ്മളുടെ യോഗശാസ്ത്രത്തിൽ നിന്ന് ഉള്ളതാണ്. നിരവധി ഗുണകരമായിട്ടുള്ള ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് യോഗശാസ്ത്രം. അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഹസ്തമുദ്രകൾ. ഹസ്തമുദ്രകൾ നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു, നമ്മളെ രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു. ഓരോ രോഗത്തിനും പ്രത്യേകമായിട്ട് ഹസ്തമുദ്രകളുണ്ട്. ഓരോ രോഗത്തിനും പ്രത്യേകമായിട്ട് ഒന്നിലധികം മുദ്രകൾ കോമ്പിനേഷനായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്, രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ശാരീരികമായി വൈകല്യങ്ങളുള്ളവരും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഹസ്തമുദ്രകളെ ആശ്രയിച്ച് അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാവുന്നതാണ്. വളരെ ലളിതമായിട്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് മുദ്രകളിൽ മിക്കതും. 100% ഈ മുദ്രകൾ കൊണ്ട് പ്രയോജനം ലഭിക്കും എന്ന് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞ സംഗതിയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്ന മുദ്ര കാലേശ്വര മുദ്രയാണ്. കാലേശ്വരൻ ശിവന്റെ ഒരു പ്രത്യേക ഭാവമാണ്. കാലത്തെ അതിജീവിച്ചയാൾ അല്ലെങ്കിൽ കാലത്തെ അഥവാ സമയത്തെ നിയന്ത്രിക്കുന്ന രാജാവാണ് കാലേശ്വര ഭഗവാൻ. ആ കാലേശ്വര ഭഗവാന്റെ പേരിലുള്ള മുദ്രയാണിത്. ഈ മുദ്രയും മറ്റു മുദ്രകൾ പോലെ തന്നെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. യോഗാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. അതിന് സാധിക്കാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ടോ മറ്റോ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം പോലും ഈ മുദ്രയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിരവധി ഗുണങ്ങൾ ലഭിക്കുന്ന ഈ മുദ്രയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റും ഷെയറും ഒക്കെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് എനിക്ക് പ്രോത്സാഹനമാകും. നമുക്ക് കാലേശ്വര മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഗുണഗണങ്ങൾ ഇവയെല്ലാം ഒന്ന് പ്രതിപാദിക്കാം. ഇപ്രകാരം സ്വസ്ഥമായിട്ട് യോഗാസനത്തിലോ കസേരയിലോ ഇരുന്നതിന് ശേഷം ഇരു കൈകളും ചേർത്ത് നടുവിരലിന്റെ അഗ്രഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുക. ചൂണ്ടുവിരലിന്റെ ഇപ്രകാരം 2 മടക്കുകൾ മടക്കി ഇപ്രകാരം കൂട്ടിമുട്ടിക്കുക. നടുവിരൽ ഇപ്രകാരം നിവർത്തി വയ്ക്കുക. അതേപോലെ തന്നെ മോതിര വിരലും ചെറുവിരലും ഇപ്രകാരം മടക്കി വയ്ക്കുക. അതിനുശേഷം തള്ളവിരലുകളുടെ അഗ്രങ്ങൾ ഇപ്രകാരം യോജിപ്പിച്ചു വയ്ക്കുക. ഇപ്രകാരമാണ് കാലേശ്വര മുദ്ര ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിനു ശേഷം നെഞ്ചോട് ചേർത്ത് ഇപ്രകാരം വയ്ക്കാം. അതുപോലെ തന്നെ തിരിച്ച് ഇപ്രകാരം വേണമെങ്കിലും വയ്ക്കാം. തള്ളവിരൽ ആദ്യം ഇതേപോലെ യോജിപ്പിച്ചു വയ്ക്കുക. അതിനുശേഷം ചൂണ്ടുവിരൽ ഇപ്രകാരം മടക്കി വയ്ക്കുക. നടുവിരൽ ഇപ്രകാരം നിവർത്തി വയ്ക്കുക. മറ്റ് 2 വിരലുകൾ മോതിര വിരലും ചെറുവിരലും ഇപ്രകാരം മടക്കി വയ്ക്കുക. ഇപ്രകാരം വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് തള്ളവിരലിന്റെ അഗ്രഭാഗത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിനടുത്തായി പിടിച്ചുകൊണ്ട് ഇപ്രകാരം കൈകളെ അകത്തി വെച്ചുകൊണ്ട് ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മുദ്ര ഇപ്രകാരം ചെയ്യുമ്പോൾ കൈയുടെ വെള്ളകൾ, കൈയുടെ മൂലഭാഗം അടുത്തിരിക്കാൻ പാടില്ല, തൊട്ട് ഇരിക്കാൻ പാടില്ല, ഇപ്രകാരം ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ അകത്തി തന്നെ വെക്കണം. ഇപ്രകാരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ മുദ്ര ചെയ്യാവുന്നതാണ്. ഇപ്രകാരം കൈകളെ പിടിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് മനസ്സ് ശാന്തമാക്കി ദീർഘശ്വാസം എടുത്തു വിടുകയോ അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ മുദ്ര ചെയ്താൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കുമെന്നും നോക്കാം. ഒന്നാമതായിട്ട് മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും നൽകുന്നതാണ് ഈ കാലേശ്വര മുദ്ര. രണ്ടാമത് പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കുന്നു. നമ്മൾ വളരെ ദേഷ്യത്തിലും അല്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളിലും ടെൻഷനിലും ഒക്കെ ഇരിക്കുന്ന അവസരത്തിൽ ഈ കാലേശ്വര മുദ്ര ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ശാന്തത ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ പ്രധാന പ്രയോജനം, ഈ മുദ്ര ചെയ്യുക വഴി ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുകയും
നമ്മളുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുകയും ചെയ്യും. നാലാമത്തെ പ്രയോജനം, എല്ലാ കാര്യത്തിലും ഒരു ശുഭകരമായ ഉദ്ദേശം കൈവരിക്കാൻ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. ഇപ്രകാരം നിരവധി ഗുണങ്ങളും പ്രയോജനകരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഈ മുദ്രയെ നിങ്ങൾ നിത്യം ചെയ്യുക. ഈ മുദ്ര അനുഷ്ഠിച്ചുകൊണ്ട് ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഏത് സമയത്തും നമുക്ക് വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഈ മുദ്ര ചെയ്യാം. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ഈ രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മളുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്നതാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രം പൂർണ്ണമായിട്ട് അനുവർത്തിക്കാൻ സാധിക്കാത്തവർക്ക് മുദ്രാവിജ്ഞാനീയത്തിലൂടെ ഹസ്തമുദ്ര ചെയ്തുകൊണ്ട് ആ യോഗശാസ്ത്രത്തിന്റെ പ്രയോജനം നമ്മളുടെ ശരീരത്തിന് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.